ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടുന്ന് ഫോൺ ചെയ്യണമെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകേണ്ടി വരും. ഇപ്പൊ അതിനുവേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചാലേ അതോടെ നമ്മുടെ കഥയും കഴിയും. ഞങ്ങള് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എവിടെയാ തങ്ങാന്ന് ഒരു നിശ്ചയമില്ല. ഇതിവിടെ പതിവാ. ഇവിടെ തങ്ങുന്നതിന് കുഴപ്പമില്ലേ, കേറിപ്പോരെ. അച്ഛന്റെ നാട്ടില് എന്തൊക്കെയാണുള്ളത്? നല്ല ഭംഗിയാ കാണാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ കിടക്ക് പെണ്ണെ. സാരല്ലേ ചേച്ചി, അവളുടെ ചോദ്യം കേട്ട് കിടന്നാലേ നേരം വെളുക്കും. അതാ പറഞ്ഞത്. അമ്മയ്ക്ക് കുശുമ്പ. ഞാൻ ഉറങ്ങി. അമ്മ വിഷമിക്കുന്നുണ്ടാവല്ലേ മോളെ കാണാഞ്ഞിട്ട്? അമ്മയുടെ സങ്കടവും സന്തോഷമൊക്കെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്നെ കുറിച്ച് ഓർത്തിട്ടല്ലേ? പാവം. ഇതൊരു വീടാണെന്ന് തോന്നുന്നു. ആരും ഇല്ല ഇവിടെ? ഹലോ, ആരാ? ഞങ്ങള് കാടിനകത്തൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നതാ. ഇപ്പോ തിരിച്ചു പോകാൻ വഴിയറിയാതെ പെട്ടു നിൽക്കുക. ജിമ്മി ചായ, എന്താ ഇവര് കാട്ടിനകത്ത് പെട്ടുപോയെന്ന്. എന്തിനാ കാട്ടിൽ വന്നേ? അത് ഞാൻ ഇതിനകത്ത് ഒരു റിസോർട്ടിന്റെ പ്ലാനിംഗ് ഉണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. പെട്ടുപോയി. കേറി വാ. നിങ്ങളുടെ ഫോണൊന്ന് തരാവോ? എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കാനാ. നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഇല്ലേ? ഇല്ല. പിന്നെ എനിക്ക് മാത്രമായിട്ട് എവിടെ നിന്ന് റേഞ്ച് കിട്ടാനാ? ഇവിടുന്ന് ഫോൺ ചെയ്യണമെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകേണ്ടി വരും. ഇപ്പൊ അതിനുവേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചാലേ അതോടെ നമ്മുടെ കഥയും കഴിയും. ഞങ്ങള് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല വിശപ്പുണ്ട്. എവിടെയാ തങ്ങാന്ന് ഒരു നിശ്ചയമില്ല. ഇതിവിടെ പതിവാ. ഇവിടെ തങ്ങുന്നതിന് കുഴപ്പമില്ലേ, കേറിപ്പോരെ. ഇവിടെ തങ്ങാനോ? ഇവരുടെ കൂടെ? കാടിനകത്ത് കിടക്കുന്നതിലും ഭേദമല്ലേ? താ വന്നേ. ഏയ്, എന്തായി കാണിക്കുന്നേ?
എടോ അത് അങ്ങനെ കഴിക്കേണ്ടത്. ഞങ്ങൾ ഈ കാട്ടിൽ വന്നിട്ട് 10-14 വർഷമായി. ഇതിനിടയിൽ നിങ്ങളെ പോലെ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാവരും വഴിയേറ്റി വന്നവരാ. നാളെ രാവിലെ ആകുമ്പോ ഇതൊക്കെ അങ്ങ് ഒതുങ്ങുമായിരിക്കും അല്ലേ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ പിടുത്തം 2-3 ദിവസം പിടിച്ചെന്ന് വരും. അപ്പൊ പിന്നെ പകലെന്നോ രാത്രിയെന്നോ തിരിച്ചറിയാനും പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പോവാൻ പറ്റൂ? സംശയം എന്താ? നിങ്ങൾ വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നാളെ കാലത്ത് തന്നെ മഞ്ഞുരുകും. കുടിക്കു മക്കളെ. ഓ, ഓ, ഇതിന് നല്ല ചൂടില്ലേ? എങ്ങനെയാ ഇത് കുടിക്കുന്നേ? ഇങ്ങനെ മോനിതൊക്കെ നല്ല പരിചയമാണല്ലോ. തറവാട്ടിൽ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി ശീലിപ്പിക്കുന്ന ഇതൊക്കെ. ദേ ഇപ്പൊ ഒന്ന് തൊട്ടു നോക്കിയേ. ഓക്കെ ആണോ? ആ ഓക്കെ. അപ്പൊ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ല. ദേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക. സിനി, നാളെ രാവിലെ തന്നെ പൂജാരിയെ കാണാലോ അല്ലേ? 8 മണിക്ക് മുമ്പാണെങ്കിൽ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം. അതുകൊണ്ടാ നമുക്ക് ഇന്ന് രാത്രി തന്നെ പുറപ്പെടേണ്ടി വന്നത്. അത് കുഴപ്പമില്ല. രാത്രിയും പകലൊന്നും അല്ലല്ലോ. എന്റെ മകളുടെ ജീവിതമല്ലേ പ്രശ്നം. മാഡം, പല കുടുംബങ്ങൾക്കും പല രഹസ്യങ്ങളുണ്ടാവും. മിക്കവാറും അതൊക്കെ സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള പൂജാരിമാരോ ആചാര്യമാരോ ഒക്കെ ആയിരിക്കും. അവരതൊക്കെ തുറന്നു പറയോ മാഡം? അറിഞ്ഞിടത്തോളം അദ്ദേഹം ഒരു സാധു മനുഷ്യനാ. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാനുള്ള മനസ്സേതായാലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നമ്മള് നമ്മുടെ ആശങ്കകളല്ലേ ചോദിക്കുന്നത്. പറഞ്ഞു തരുമായിരിക്കും. കളരിക്കൽ തറവാടിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവിടെ ആകെ 2 മുറിയുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കമ്പിളി ഒന്നേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. താൻ കട്ടിലിൽ കിടന്നു, ഞാനിവിടെ താഴെ കിടന്നോളാം. ഇതാ കമ്പിളി വിരിച്ചോ. വേണ്ട, അത് നവീൻ തന്നെ എടുത്തോ. എടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലോണം തണുക്കും. ഇരിക്കട്ടെ, മഞ്ഞൊക്കെ വീഴുന്നുണ്ടല്ലേ. താൻ എന്നെ മനസ്സിൽ ശപിക്കുന്നുണ്ടാവൂല്ലേ? സിത്താര ശ്രീനിവാസന്റെ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുത്തിയാണ്. ഏയ് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ താൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ദെൻ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ മഞ്ഞിറങ്ങാനുള്ള പ്രാർത്ഥന കൂടി ആയിക്കോട്ടെ. നമുക്ക് അത് രാവിലെ തന്നെ അങ്ങ് വിട്ടേക്കാം. ഓക്കേടോ. പിന്നെ ആ ലൈറ്റ് ഇവിടെ കിടന്നോട്ടെ. കളരിക്കൽ തറവാടിന്റെ വിശ്വസ്തരായി ഞങ്ങളുടെ തലമുറ മാറിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. അറിയാൻ തിരുമേനി, എനിക്കറിയേണ്ടത് ആ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ച് അയപ്പിച്ചാൽ എന്റെ മകൾ സുരക്ഷിതയായിരിക്കുമോന്നാണ്.